പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഭരണകക്ഷിയിലും ഈ പ്രതിപക്ഷത്തുമൊക്കെ ഇരിക്കുമ്പോൾ ചില സംഘടനാ നേതാക്കൾ ചില ആളുകളെ വിരട്ടുന്നതും ചില ആളുകളോട് ചില കാര്യങ്ങൾ സമീപിക്കുന്നതുമൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ഞാനാണെങ്കിൽ ഈ PSC പരീക്ഷ എഴുതി റിസൾട്ടൊക്കെ കിട്ടി അതിനുശേഷം റാങ്ക് ലിസ്റ്റിലൊക്കെ വന്ന് നിയമന ഉത്തരവ് കൈപ്പറ്റുന്ന സമയത്ത് വളരെ പെട്ടതാണ് ഒരു ട്രേഡ് യൂണിയൻ സംഘടനയിൽ നിന്ന്, സർവീസ് സംഘടനയിൽ നിന്ന് നമുക്കൊരു കത്ത് വരും. അതിനുശേഷം പല ഘട്ടങ്ങളിലും സർക്കാർ മാറുന്നതനുസരിച്ച് സ്വാഭാവികമായിട്ടും സംഘടനകളിലെ ആളുകൾ വന്ന് പറയും, ഞങ്ങളുടെ കൂടെ നിന്നാൽ കുറച്ച് പ്രയോജനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ എന്ന് പറയും. അപ്പോൾ സർക്കാർ മാറുകയാണെങ്കിൽ, അടുത്ത സർക്കാർ വരുന്ന സമയത്താണെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്നോളൂ, പ്രയോജനമുണ്ടാവും എന്ന് പറയും. അപ്പോൾ അങ്ങനെ സംഘടനാ നേതാക്കൾ പലപ്പോഴും ഈ ജീവനക്കാരെ പ്രലോഭിപ്പിക്കുന്നതും ചില ആളുകൾ ഭീഷണിപ്പെടുത്തുന്നതുമൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഭരണകക്ഷി യൂണിയനിൽ ചേർന്നില്ലെങ്കിൽ ജീവനക്കാരെ സ്ഥലം മാറ്റുമെന്ന ഭീഷണിയുമായി INTUC നേതാവ്. ഒന്നുകിൽ യൂണിയൻ മാറുക, അല്ലെങ്കിൽ സ്ഥലം മാറ്റും. ഇതാണ് KSF ജീവനക്കാരുടെ കോൺഗ്രസ് അനുകൂല സംഘടനയായ FIA സംസ്ഥാന ട്രഷറർ A രാജേഷിന്റെ ഭീഷണി. ജീവനക്കാരുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് നേതാവിന്റെ ശബ്ദ സന്ദേശം എത്തിയത്. നമുക്കതൊന്ന് കേൾക്കാം. നിങ്ങൾ കാട്ടിക്കൂട്ടിയതൊക്കെ എന്താണ് പറയൂ? ഞങ്ങൾ പരസ്യമായിട്ടാണ് പറയുന്നത് വിളിച്ചൊരു ഉള്ളത്. നിങ്ങൾ ഭീഷണിപ്പെടുത്തിയും ഒക്കെയല്ലേ ആൾക്കാരെ മാറ്റിയത്. തർക്കമുണ്ടായ വിഷയത്തിൽ ഒരു വിഷയമില്ല. ഞങ്ങൾ ഓപ്പണായിട്ട് പറയുന്നു, നമ്മൾ യൂണിയൻ ചേരൂ, എല്ലാം നേടിത്തരാം, അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ കാട്ടിക്കൂട്ടിയതൊന്നും കാണുന്നവരൊന്നും മറക്കുന്നില്ല, ഞാനും മറക്കില്ല. അത് തന്നെയാണ് പരസ്യമായിട്ട് പറയും. ഇങ്ങോട്ട് വന്നോളൂ. കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആൾക്കാർ ഒരുപാട് SLുണ്ട്. തിരിച്ചു വരാൻ പറയും. തിരിച്ച് വന്നിട്ടില്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു തർക്കമൊന്നുമില്ല, എല്ലാം നടത്തുന്നു. ഒരു വിഷയം വേണ്ട കാര്യത്തിൽ. ഓക്കെ, ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. VS സഞ്ജിത്ത് തിരിച്ചു വന്നില്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ സ്ഥലം മാറ്റിക്കളയും എന്നാണല്ലോ പറഞ്ഞതിന്റെ പരമാർത്ഥം, അല്ലേ? അപ്പോൾ പ്രലോഭനവും ഭീഷണിയുമുണ്ട് ഒരൊറ്റ ശബ്ദ സന്ദേശത്തിൽ, അല്ലേ VS സഞ്ജിത്ത്? തീർച്ചയായിട്ടും KSFയിൽ 2 സ്ഥലം മാറ്റങ്ങൾ ഇപ്പോൾ നടന്നു. ഒന്ന് മാനേജർ തസ്തികയിലാണ്, 2 അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലാണ്. ഈ അസിസ്റ്റന്റ് മാനേജർ തസ്തികയുമായി ബന്ധപ്പെട്ട ഒരു സ്ക്രീൻഷോട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതും ഇതേ നേതാവിൻ്റെ തന്നെയാണ്. അത് ഈ രീതിയിൽ തന്നെ യൂണിയൻ മാറാനുള്ള ഒരു നിർബന്ധമാണ്. ഇത് രണ്ടും ഇപ്പോൾ കോടതിയിലാണുള്ളത്. അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലെ നിയമനവും അതുപോലെ മാനേജർ തസ്തികയിലെ നിയമനവും ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട്, നോംസുകൾ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് എന്ന് കാണിച്ച് ജീവനക്കാർ തന്നെ കോടതിയിൽ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് അസിസ്റ്റന്റ് തസ്തികയിലുള്ള സ്ഥലം മാറ്റമാണ്. അതിലും സമാനമായി തന്നെ യൂണിയൻ മാറിയിട്ടില്ല എങ്കിൽ സ്ഥലം മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് ഭീഷണി. അതായത് ഇപ്പോൾ 3ാം ഘട്ടത്തിലുള്ള സ്ഥലം മാറ്റം വരുമ്പോൾ അതിലും നോംസ് ഒന്നും ബാധകമായിരിക്കില്ല. നേരത്തെ ഞങ്ങളെ യൂണിയനോട് നിങ്ങളെ ഭരണമുള്ളപ്പോൾ എങ്ങനെ പെരുമാറിയോ അതേ രീതിയിൽ തന്നെ ഞങ്ങളെ ഭരണം വരുമ്പോൾ നിങ്ങളെ യൂണിയനോടും പെരുമാറും എന്നുള്ളതാണ് ഇപ്പോൾ നേതാവിന്റെ ഭീഷണി എന്ന് പറയുന്നത്. പക്ഷേ 2022 മുതൽ സ്ഥലം മാറ്റത്തിന് ഒരു പ്രത്യേക നോംസ് ഉണ്ട്. അത് പ്രകാരം മാത്രമേ സ്ഥലം മാറ്റം നടക്കാറുള്ളൂ. ആദ്യം സ്ഥലം മാറ്റത്തിനുള്ള നോട്ടിഫിക്കേഷൻ വരും. അതിൽ 5 ഓപ്ഷൻ കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. ആ 5 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് എന്നുള്ളതാണ് സ്ഥലം മാറ്റത്തിന്റെ രീതി എന്ന് പറയുന്നത്. ഇതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് എവിടേക്കാണോ പ്രതികാര നടപടി പോലെ സ്ഥലം മാറ്റേണ്ടത് അങ്ങനെ സ്ഥലം മാറ്റുന്നു എന്നുള്ളതാണ് ജീവനക്കാരുടെ ആക്ഷേപം. ഓക്കെ, താങ്ക് യു. VS സഞ്ജിത്താണ് ഇപ്പോൾ ആ ശബ്ദ സന്ദേശം പ്രേക്ഷകരെ കേൾപ്പിച്ചത്. ഇതാണ് ഇത് വിളിച്ചിട്ട് നമ്മളെ വളരെ സൗമ്യമായിട്ടൊക്കെയാണ് പറയുന്നത്. ഈ പോന്നോളൂ എന്ന് പറയുന്നത് മറ്റേ സംഘടനയിൽ നിൽക്കുന്ന ജീവനക്കാരനോടാണ് പറയുന്നത്. നമ്മുടെ സംഘടന ചേർന്ന് പ്രവർത്തിക്കാം, ഗുണങ്ങളൊക്കെ ഉണ്ടാവും, അല്ലേ? ഇനി നമ്മുടെ സംഘടന ചേർന്നില്ലെങ്കിലോ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നും പറയുന്നു. അപ്പോൾ ഒരുമിച്ച് പ്രലോഭനവും ഭീഷണിയും ഉണ്ട് എന്നുള്ളതാണ്, അല്ലേ? അതിൻ്റെ ടോൺ ഭയങ്കര രസമാണ്, അല്ലേ? ഈ പോന്നോളൂ, പോകുന്നില്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ എന്നുള്ളതാണ്.